ആളുകൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണിത്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ കാനഡ. നിങ്ങളൊരു രാജ്യത്ത് പോകാൻ തീരുമാനിക്കുന്നുവെങ്കിൽ പഠിക്കണം, പഠിച്ചേച്ച് ജോലി കിട്ടണം, ജോലിയും കൂലിയും വേണമല്ലോ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കേണ്ടത്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്നത് ഇത് മുകളിലോട്ടാണോ പോകുന്നത് താഴോട്ടാണോ പോകുന്നത് നോക്കുക. താഴോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ എക്കോണമിയിൽ പുതിയ ജോലികൾ വന്ന് തുടങ്ങുന്നു. ഇപ്പം എന്താ നടക്കണത്? ജോലി പോയി തുടങ്ങുന്നു, അൺഎംപ്ലോയ്മെന്റ് കൂടി തുടങ്ങുന്നു. ഇത് സാധാരണ കൂടി എവിടെ വരെ പോകും? അതൊരു പോക്കാ. അതുകൊണ്ട് അടുത്ത 2 വർഷത്തെ കാര്യം ജഗാ പോക കട്ടപ്പോക. എന്നാൽ ഇപ്പോഴും വീടും വിറ്റ് ലോണും എടുത്ത് പോകുന്ന ആളുകളുടെ എണ്ണം കാനഡയിലോട്ട് കുറയുന്നില്ല. ഇപ്പൊ പൊളിറ്റിക്സ് കാരണം അവരെണ്ണം കുറച്ചു, ഇവർ ഇതിന് പകരം മറ്റൊരു രാജ്യം പിടിച്ചു എന്ന് കൂട്ടിക്കും. അടുത്ത രാജ്യം എവിടാ? എല്ലാവരും കൂടെ കെട്ടിപ്പറക്കി പോകുന്ന UK ലാ.